ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇപ്പോൾ വയോജനങ്ങൾക്ക് ഒരു പുതിയ വകുപ്പുണ്ടാക്കുന്നു എന്നും അതിനെ നടപ്പിലാക്കുന്നത് ജപ്പാൻ സാങ്കേതികവിദ്യയിൽ ആയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ജപ്പാൻ്റെ ഇതാണോ വേണ്ടത്, അത് കേരളത്തിൻ്റെ തനതായ ഒരു നടപടിയാണോ നമുക്ക് വേണ്ടത്? അതൊന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ഇപ്പം കേരളത്തിൽ സ്ഥലവും വീടും ഉള്ളവർ, അതുപോലെ തന്നെ സ്ഥലം ഉണ്ടായിട്ട് വീടില്ലാത്തവർ, അതുപോലെ തന്നെ സ്ഥലവും വീടും ഇല്ലാത്തവർ, ഇവരെയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്ഥലവും വീടുള്ളവർക്കും പ്രശ്നമില്ല. സ്ഥലം ഉണ്ടായിട്ട് വീടില്ലാത്തവർക്ക് അവിടെ വീട് പണിത് കൊടുക്കുക. സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് ഈ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പുറമ്പോക്കിൽ എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് അവിടെ വില്ലകൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഹോം സ്റ്റേ കാണിക്കുന്നത്, അവിടെ താമസിക്കുകയും ചെയ്യാം, കാലത്ത് എണീറ്റ് അവർക്ക് പോവുകയോ വരികയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവർക്കൊരു സ്വയം തൊഴിൽ, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അതുപോലെ ഒരു ചെറിയ തൊഴിൽ, ഇതെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരു ഡോക്ടറും ഒരു നേഴ്സും, ഒരു ആൺ നേഴ്സും ഒരു പെൺ നേഴ്സും ഒരു ഹെൽപ്പറും, ഇതെല്ലാം കൂടി ഒരു ബസ്സിൽ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് അവരെ ചെക്ക് ചെയ്ത് പോകണം. അതുപോലെ തന്നെയാണ് എല്ലാ പഞ്ചായത്തിലും ഒരു 5 ആളുകളെ നമ്മൾ നിയമിക്കുകയും അവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മാസത്തിൽ വീടുകൾ സന്ദർശിച്ചിട്ട് ഇവരെല്ലാം നിരീക്ഷിച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ആ പ്രശ്നങ്ങൾ എഴുതി അതാത് വകുപ്പിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെയാണ് പണം ഉള്ളവരുണ്ട്, പണം ഇല്ലാത്തവരുണ്ട്, അസുഖം ഉള്ളവരുണ്ട്, അസുഖം ഇല്ലാത്തവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, വികലാംഗരുണ്ട്, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇവരെല്ലാം ഇവിടെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു.